ബാംഗ്ലൂരിൽ കൊല്ലപ്പെട്ട സുനിതയ്ക്ക് എന്താണ് സംഭവിച്ചത്? പാർവതി തിരുവോത്ത് നൽകിയ പ്രതികരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. തൃശൂർ വാടന പള്ളിക്കാർക്ക് അവർ വെറും ഒരു അയൽവാസിയായിരുന്നില്ല, വിശക്കുന്ന തെരുവു നായ്ക്കളുടെ വിശപ്പടക്കുന്ന ഒരമ്മയായിരുന്നു. സ്കൂളിൽ നിന്ന് മിച്ചം വരുന്ന ഭക്ഷണം ശേഖരിച്ച് നൂറുകണക്കിന് നായ്ക്കൾക്ക് നൽകിയിരുന്ന സുനിതയുടെ ജീവിതം അവസാനിച്ചത് ആരും പ്രതീക്ഷിക്കാത്ത ക്രൂരതയിലായിരുന്നു. സുനിതയെ നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട്, വാർത്തകളിൽ കേട്ടിട്ടുണ്ട്. വിയൂർ ജയിലിലെ ഷെറിന്റെ VIP സുഖസൗകര്യങ്ങൾക്കെതിരെ ഉന്നത പോലീസ് മേധാവിക്കെതിരെ വിരൽ ചൂണ്ടിയ ധീരയായ ഒരു സാക്ഷിയായിരുന്നു അവർ. ഭാസ്കര കാർണവർ വധക്കേസിലെ പ്രതി ഷെറിന് ജയിലിൽ ലഭിച്ച വഴിവിട്ട സഹായങ്ങളെ കുറിച്ച് സുനിത വെളിപ്പെടുത്തിയിരുന്നു. അന്നു മുതൽ ഭീഷണികൾ അവരെ വേട്ടയാടിക്കൊണ്ടിരുന്നു. തന്റെ സംരക്ഷണത്തിലുള്ള നായ്ക്കൾക്ക് ഭക്ഷണം നൽകാനും കുടുംബം പോറ്റാനും സുനിതയ്ക്ക് വരുമാനമില്ലാതെയായി. ഒടുവിൽ ആ മിണ്ടാപ്രാണികളെ കൂട്ടാനും കുടുംബത്തിനു വേണ്ടിയുമാണ് സുനിത ബാംഗ്ലൂരുവിലെ ഒരു ഡോഗ് ഷെൽട്ടറിൽ ജോലിക്ക് ചേരുന്നത്. എന്നാൽ അവിടെ അവരെ കാത്തിരുന്നത് ഒരു മൃഗത്തേക്കാൾ ക്രൂരനായ മനുഷ്യനായിരുന്നു. മെയ് മാസം 1-ാം തീയതി ബാംഗ്ലൂരു മാലൂർ റോഡിലുള്ള ഡോഗ് ഷെൽട്ടറിൽ വെച്ച് ഷെൽട്ടർ ഉടമ ദീപക് കൃഷ്ണൻ സുനിതയെ ക്രൂരമായി മർദ്ദിച്ചു. ദീപക് മോശമായി പെരുമാറാൻ തുടങ്ങിയപ്പോൾ ജോലി മതിയാക്കിയെന്നാണ് ഇവർ അറിയിച്ചത്. ഇതോടെയാണ് ദേഹോപദ്രവത്തിന്റെ തുടക്കം. നാട്ടിലേക്ക് മടങ്ങുകയാണ് എന്ന വിവരം മെയ് 3-ന് വൈകിട്ട് ഇവർ ദീപകിനെ അറിയിച്ചിരുന്നു. പിന്നാലെ മൃഗീയമായ ഉപദ്രവം ഉണ്ടായി. നെഞ്ചിൽ ചവിട്ടിയും തല ഭിത്തിയിലിടിച്ചും സുനിതയെ അയാൾ ഉപദ്രവിച്ചു. സുനിത അബോധാവസ്ഥയിലായപ്പോൾ മറ്റു 2 പെൺകുട്ടികൾക്കൊപ്പം വീട്ടിൽ പൂട്ടിയിട്ടു. പിന്നീട് ഇവർ പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയാണ് സുനിതയെ ആശുപത്രിയിലാക്കിയത്. മാരകമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സുനിത ഒടുവിൽ മസ്തിഷ്ക മരണം മൂലം മെയ് 5-നാണ് മരണപ്പെട്ടത്. ഇപ്പോൾ പ്രതി ദീപക് കൃഷ്ണൻ പോലീസിന്റെ പിടിയിലാണ്. ഭീഷണികൾക്കിടയിലും സത്യത്തിനു വേണ്ടി സംസാരിച്ച, നായ്ക്കൾക്ക് സ്നേഹം വിളമ്പിയ ആ ധീരയായ സ്ത്രീക്ക് നീതി ലഭിക്കണമെന്ന് പറഞ്ഞ് ചലച്ചിത്ര താരം പാർവതി തിരുവോത്തും രംഗത്തെത്തി. This man killed her because he couldn't assault her. What a safe country for our girls. വിയൂർ ജയിലിലെ ഉന്നത പോലീസ് മേധാവിക്കെതിരെ ഷെറിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ സുനിതയുടേത് കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമായി കൂടെ എന്ന സാധ്യത നിലനിൽക്കെ സുനിതയുടെ മരണം വെറുമൊരു വാർത്തയല്ല, ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വെക്കുന്ന ഒരു ദുരൂഹതയാണ്.